Hi friends, welcome to Commerce Bytes. So I am back with the next set of questions. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 61 to 120 ക്വസ്റ്റ്യൻസ് ആട്ടോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൊമേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതും പാർട്ട് ബി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു, നിങ്ങൾ സെക്ഷൻ എ സീരീസാണ് നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസേഴ്സ് നോട്ട് ഡൗൺ ചെയ്യുക. എന്നിട്ട് മാത്രം നിങ്ങൾ കാർബൺ കോപ്പിയിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ആൻസേഴ്സ് കറക്റ്റ് ആണോ തെറ്റാണോ എന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കുക. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്കത് കൺഫ്യൂഷനാവും, പിന്നീട് അത് നിങ്ങൾക്ക് തന്നെ ഒരു തലവേദനയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എഗെയിൻ ആൻഡ് എഗെയിൻ ടെല്ലിങ് ദാറ്റ് മാർക്ക് ഫസ്റ്റ് യുവർ ആൻസേഴ്സ് ഇൻ യുവർ ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങളുടെ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യുക, എന്നിട്ട് മാത്രം നിങ്ങളുടെ കാർബൺ കോപ്പി വെച്ച് ക്രോസ് ചെക്ക് ചെയ്യുക. ഓക്കെ, സോ നൗ ലെറ്റ്സ് ബിഗിൻ വിത്ത് ആർ നെക്സ്റ്റ് സെഷൻ. സോ ക്വസ്റ്റ്യൻ നമ്പർ 61 വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദീസ് ഇസ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറണ്ട് അസറ്റ്. ഇതിൽ കറണ്ട് അസറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ദ ആൻസർ വിൽ ബി പ്രിലിമിനറി എക്സ്പെൻസസ്. കാരണം സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് നമുക്കറിയാം ഒരു അഡ്വാൻസ് ആണ്, സോ അതൊരു കറണ്ട് അസറ്റ് ആണ്. ഇൻവെൻട്രി അതായത് സ്റ്റോക്ക് ഒരു കറണ്ട് അസറ്റ് ആണ്. ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതും ഒരു കറണ്ട് അസറ്റ് ആണ്. സോ ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കുന്നത് പ്രിലിമിനറി എക്സ്പെൻസസ് ആണ്. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 63. Sales plus closing stock minus purchase minus gross profit. Here the answer will be option C, that's opening stock. ഇതിൽ എത്ര പേര് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന ആൻസർ എഴുതിയവരുണ്ടാവും? ഓൾമോസ്റ്റ് ഒരു 50% അല്ലെങ്കിൽ ഒരു 40% സ്റ്റുഡൻസും ഓട്ടോമാറ്റിക്കലി ഓടിപ്പോയി വേഗം എഴുതുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും അല്ലേ? എത്ര പേർക്ക് ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുണ്ടാവും? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എഴുതുക എന്ന് ഞാൻ പറയാറുണ്ട് അല്ലേ? സോ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 64. പർച്ചേസ് ഓഫ് ഓഫീസ് ഫർണിച്ചർ ഓൺ അക്കൗണ്ട് ഇസ് റെക്കോർഡഡ് ഇൻ. ഇത് എപ്പോഴും ഞാൻ കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജേർണൽ പ്രോപ്പറിൻ്റെ പല എക്സാമ്പിൾസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴായി കണ്ടിട്ടുണ്ട്. ആൻഡ് ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് ജേർണൽ പ്രോപ്പർ. ഓക്കെ, so moving to the next one. Shares can be issued at discount only after 1 year from the commencement of the business. 1 year ആണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ആൻഡ് ഇറ്റ് വിൽ ബി ഓപ്ഷൻ എ, ദാറ്റ് ഇസ് 1 year will be this particular answer. Okay, so now let's move to the next one. Next question, എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട് മാച്ച് ദ ഫോളോയിങ്ങിൽ ആണെങ്കിൽ കൂടി. സോ ഐ എം സ്കിപ്പിംഗ് റൈറ്റ് നൗ. Now let's move to question number 67. അപ്പോൾ നമ്മൾ ക്യൂട്ടിയുടെ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ബേസ് തിയറം ഉണ്ട്, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇതിൽ ഒരു പോയിന്റ് നിങ്ങൾക്കറിയാമെങ്കിൽ സുഖമായി തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അതായത് ബി എന്നുള്ളത് 3 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. സോ ഓപ്ഷൻ ബി വിൽ ബി ദ കറക്റ്റ് ആൻസർ. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ആൻസർ വരുന്നത് മീൻ ഇസ് ലാർജർ ദാൻ വേരിയൻസ്. പിന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പറഞ്ഞു മീൻ മീഡിയൻ മോഡ് ഇസ് ഈക്വൽ. പിന്നെ ബേസ് തിയറമിൻ്റെ പോയിൻ്റ് എന്തായിരിക്കും? ഇൻവേഴ്സ് പ്രോബബിലിറ്റി. കാരണം ബേസ് തിയറം പ്രോബബിലിറ്റി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പോയിൻ്റ് ആണല്ലോ. ഇനി പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പോയിൻ്റ് ആണ് മീൻ ആൻഡ് വേരിയൻസ് ആർ ഈക്വൽ എന്നുള്ളത്. സോ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു പോയിൻ്റ് അറിയാമെങ്കിൽ സുഖമായി തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും അല്ലേ? സോ ക്വസ്റ്റ്യൻ നമ്പർ 68 ഒരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. സോ ഐ എം സ്കിപ്പിംഗ് റൈറ്റ് നൗ. We will be definitely doing these questions which I have skipped. Okay, so moving to the next question. The strongest evidence for causality comes from which of the following research method? And the answer will be option A, that is experimental research. Okay, എക്സ്പെരിമെൻ്റൽ റിസർച്ച് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ഓർ ഫോൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ് ആർ ഓൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ സെയിം യൂണിറ്റ് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്.
പിന്നെ പറഞ്ഞത് ആബ്സല്യൂട്ട് മെഷർ ഓഫ് വേരിയേഷൻ ആർ യൂസ്ഡ് ഫോർ കമ്പയറിംഗ് വേരിയബിലിറ്റി ഇൻ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് അതിൻ്റെ ആൻസർ കറക്റ്റാണ്. സോ നമ്മൾ പോകുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് 1 is false and statement 2 is true. Okay, moving to the next question, that is operation research approach is option A will be the correct answer. Multidisciplinary ആണ്. Operation research approach is multidisciplinary. Okay, moving to the next question, the difference between total float and head event slack is. Here the answer will be option A, that is free float. Okay, so moving to the next question, if there is no non-negative replacement ratio in solving a linear programming problem, then the solution is. Here the answer will be option C, that is unbounded solution. Okay, ഇത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂവിങ് ടു ദ 74th question, in marking assignment which of the following should be preferred? The answer will be option C, that is only rows or column have single zero. ഈ കോളം അല്ലെങ്കിൽ ഈ റോ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. Question number 75, dash is the mathematical technique used to solve the problem of allocating limited resources among the competing activities. So here the answer will be option A, that is linear programming problem. Moving to the next question, which of the following is true about hypothesis testing? Okay, ആ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനും എനിക്ക് ഡൗട്ട് ഉണ്ട്. സോ ജസ്റ്റ് സർക്കിൾ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഓൾസോ. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the name of conceptual framework in which the research is carried out. Here the answer will be option D, that is research design. Moving to the next question, question number 78, which among the following statement is true in the context of testing of hypothesis? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഈസ് ദ only null hypothesis that can be tested എന്ന ആൻസർ ആണ് കറക്റ്റായിട്ട് വരുന്നത്. So okay, now let's move to the next question. The expression marketing mix is coined by. Marketing mix coin ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. And the answer will be option B, that is James Culton. Okay, moving to question number 80, the concept of 4P are the elements of marketing mix given by. And here the answer will be option C, that is McCarthy. Okay, McCarthy will be the correct answer. So I hope 80 questions ഓളം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. എനിക്കതിൻ്റെ പെർട്ടിക്കുലർ ആൻസർ എനിക്ക് കിട്ടിയില്ല. സോ ജസ്റ്റ് റൗണ്ട് ഇറ്റ് ഓഫ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which method of capital budgeting is called cash benefit ratio? And the answer will be option D, that is profitability index number. Okay, now moving to the question number 83, financial leverage is. Option A will be the correct answer, EBIT divided by EBT. The next question is capital employed is. The option B will be the correct answer, shareholders fund plus long term fund is the particular answer. Moving to the next question. So now let's check out question number 85. What is the effect of increase in fixed cost? Fixed cost കൂടി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഡെഫിനറ്റ്ലി നമുക്കത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഓപ്ഷൻ എ, റെഡ്യൂസ് ദ പ്രോഫിറ്റ് വോളിയം റേഷ്യോ. പ്രോഫിറ്റ് വോളിയം റേഷ്യോ ആണ് അവിടെ ഡിക്രീസ് ചെയ്യുന്നത്. ഓക്കെ, so moving to the next question, question number 86, dash costing is suitable for mining quarries and cement work, and the answer will be option B, that is contract costing. So moving to the next question, which of the following technique is not meant for labor cost control? ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടിക്കാണും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ സി, എ ബി സി അനാലിസിസ് എന്നുള്ള ഒരു അനാലിസിസ് ആണ് ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. എ ബി സി അനാലിസിസ് എന്താണ്? ഓൾവേസ് ബെറ്റർ കൺട്രോൾ. അത് എന്തിൻ്റെ സെക്ഷനിലാണ് വരുന്നത്? ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ കൺട്രോളിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ ആപ്റ്റ് ആയിട്ടൊരു അനാലിസിസ് അല്ല. സോ വി ക്യാൻ ഡെഫിനറ്റ്ലി ടെൽ ദാറ്റ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ ആൻസർ എ ബി സി അനാലിസിസ് ആണ് എന്നുള്ളത്. ഓക്കെ,
So moving to the next question, which of the following statement is not correct? ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഇത് തന്നെ സെയിം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ടുവേർഡ്സ് ദ എൻഡ് ആയിട്ടാണ് ഏതോ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് വന്നിട്ടുള്ളത്. ഞാൻ നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഇപ്രാവശ്യം നിങ്ങൾക്ക് ഇനി സെറ്റ് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സോഴ്സ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം നോക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, പച്ചവെള്ളം പോലെ നിങ്ങൾ നല്ല രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാപ്പാഠം പോലെ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്. കാരണം അത്ര ക്രിസ്റ്റൽ ക്ലിയർ, അല്ലെങ്കിൽ അതിൻ്റെ സെക്ഷനിൽ നിന്നായിരിക്കുള്ളൂ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് ഒരു 80% അല്ല വേണ്ട, ഒരു 90%ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, സോ ഒന്നുകൊണ്ടും നിങ്ങൾ വിഷമിക്കേണ്ട. ഇപ്രാവശ്യം ക്രാക്ക് ഔട്ട് ചെയ്യാത്തവർക്ക് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അരച്ച് കുടിച്ചാൽ മതി, വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു എന്നുള്ളത്. ഇതിൽ വിച്ച് ഇസ് ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഇസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് കോൺട്രിബ്യൂഷൻ ഇസ് ഓൾസോ നോൺ ആസ് ഗ്രോസ് മാർജിൻ വിൽ ബി ദ കറക്റ്റ് ആൻസർ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 89. വാട്ട് ഡസ് ഫിനാൻഷ്യൽ ലിവറേജ് മീൻ? ഫിനാൻഷ്യൽ ലിവറേജ് മീൻ ചെയ്യുന്നത് എന്താ? ഓപ്ഷൻ ബി, യൂസ് ഓഫ് മോർ ഡെറ്റ് ക്യാപിറ്റൽ ടു ഇൻക്രീസ് പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഡെറ്റ് യൂസ് ചെയ്യും അല്ലേ? അതാണ് നമ്മളുടെ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 90. ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇസ് കമ്പ്യൂട്ടഡ് ബൈ. ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് പ്രോഫിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇനി വരുന്ന ക്വസ്റ്റ്യൻ നമ്പർ 91 92 ഞാൻ സ്കിപ്പ് ഔട്ട് ചെയ്യുകയാണ്. കാരണം ഞാൻ കുറേ പ്രാവശ്യം നോക്കി, പക്ഷേ ഐ കുഡിൻറ്റ് ഫൈൻഡ് ദ ആൻസർ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ്. So moving to the next question, knowing exactly what you want men to do and then see in that they do it in the best and the cheapest way. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ ഏതൊരു കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെങ്കിലും അപ്പോൾ തന്നെ ഇതിൻ്റെ ആൻസർ ലോക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഓപ്ഷൻ എ, FW ടൈലർ ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, അങ്ങനെയുള്ള സ്റ്റഡീസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ലേ? അതെല്ലാം ആരാ പറഞ്ഞിട്ടുള്ളത്, പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത് ടൈലറാണ്. ആൻഡ് ദാറ്റ് വിൽ ബി ദ പെർട്ടിക്കുലർ ആൻസർ. സോ നമ്മളിപ്പോൾ പയ്യെ മാനേജ്മെൻറ്റ്, ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ സെക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് ആട്ടോ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഇസ് എ പ്രിൻസിപ്പിൾ ഓഫ്. വിത്തൗട്ട് നോ ഡൗട്ട് വി ക്യാൻ ടെൽ ദാറ്റ് ഇറ്റ് ഇസ് വൺ ഫ്രം അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാനേജ്മെൻറ്റ് ബൈ റിസൾട്ട്സ് വാസ് റിട്ടൺ ബൈ. മാനേജ്മെൻറ്റ് ബൈ റിസൾട്ട്സ് ആരാണ് പ്രൊപ്പൗണ്ട് ചെയ്തത്? പീറ്റർ എഫ് ഡ്രക്കറാണ് മാനേജ്മെൻറ്റ് ബൈ റിസൾട്ട്സ് പ്രൊപ്പൗണ്ട് ചെയ്തത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനും വളരെ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 3 ബേസിക് needs as identified by ഡേവിഡ് മക്ക്ലിൻറ്റൻ്റെ 3 ഫേമസ് ആയിട്ടുള്ള മോട്ടിവേറ്റിംഗ് നീഡ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, ദാറ്റ് ഇസ് നീഡ് ഓഫ് അച്ചീവ്മെൻറ്റ്, നീഡ് ഫോർ അഫിലിയേഷൻ ആൻഡ് നീഡ് ഫോർ പവർ. So now let's move to the next question. Question number 97. The Pentaforce model of competition within the industry environment was developed by. നിങ്ങൾക്ക് ഫോഴ്സ് മോഡൽ എന്ന് കാണുമ്പോൾ തന്നെ, ഫോഴ്സ് മോഡൽ ഓഫ് കോമ്പറ്റീഷൻ എന്ന് കാണുമ്പോൾ തന്നെ അറിയണ്ടാവും ദ ആൻസർ വാട്ട് ഇസ് എന്നുള്ളത്. അത് മൈക്കൽ ഇ പോർട്ടർ ആണ്. ഇത് പല പ്രാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഇനി മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 98. ടേൺ അറൗണ്ട് സ്ട്രാറ്റജി എന്ത് സ്ട്രാറ്റജിയാണ്? യെസ്, ദാറ്റ് ഈസ് എ റിട്രെഞ്ച്മെൻറ്റ് സ്ട്രാറ്റജി. ടേൺ അറൗണ്ട് സ്ട്രാറ്റജി അതൊരു റിട്രെഞ്ച്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 99. സെക്ഷൻ 135 ഓഫ് കമ്പനീസ് ആക്ട് 2013 ഡീൽസ് വിത്ത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, വളരെ റെലവൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ വരും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. ഐ ആം പ്രിറ്റി ഷുവർ ദാറ്റ് ഞാൻ നിങ്ങൾക്ക് ഏതോ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം എന്ന് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതിൽ കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്. ഇപ്പം നെറ്റ് പ്രോഫിറ്റ് ഇത്രയായിരിക്കണം, പിന്നെ നമ്മൾക്ക് കിട്ടേണ്ട അസറ്റ് വർത്ത് ഇത്രയായിരിക്കണം, അങ്ങനെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈ ഒരു സെക്ഷനിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ,
Moving to question number 100. So, corruption practice is an example of. Here the answer will be option B, that is political risk will be the particular answer for this particular question. Moving to question number 101. Planning Commission was set up in the year 1950. Question number 102. An economic system in which the means of production are owned and regulated by state. സ്റ്റേറ്റിൻ്റെ കീഴിൽ വരുന്നതിൻ്റെ പേരെന്താ പറയുന്നത്? പ്ലാൻഡ് എക്കോണമി. ബാക്കി ഇപ്പോൾ മാർക്കറ്റ് എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റേഴ്സിൻ്റെ കയ്യിലായിരിക്കും. മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യ ഒരു മിക്സഡ് എക്കോണമിയാണ്. ബോത്ത് മാർക്കറ്റ് എക്കോണമിയും പ്ലാൻഡ് എക്കോണമിയും തമ്മിലൊരു ബ്ലെൻഡായിരിക്കും. ഓക്കെ, ദ ഫസ്റ്റ് പേഴ്സൺ ടു അറ്റംപ്റ്റ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഇതിൻ്റെ ആൻസർ വന്നിട്ട് ആൻസർ ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് JM Keynes will be the particular answer, the first person to attempt national income accounting. Okay, question number 104. The Director General of WTO during June 2021. Here the answer will be option B. എനിക്കറിയില്ല അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം എന്നുള്ളത്. NGOZIOKONJO. ഓക്കെ, ഓപ്ഷൻ ബി വിൽ ബി ദ പെർട്ടിക്കുലർ ആൻസർ. ഞാൻ അത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുകയാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ് എന്ന് എനിക്ക് 100% ഷുവർ ഉണ്ട്. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിലേയും ഞാൻ പറയാം, ഈ മാച്ച് ദ ഫോളോയിങ്ങിൻ്റെയൊക്കെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? ഇതിലെ ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്കറിയാമെങ്കിൽ നമുക്ക് ഈസിലി തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുമ്പോൾ IDA, അതിൻ്റെ ആൻസർ 0.4 ആയിരിക്കും, സാങ്ഷൻ ഓഫ് സോഫ്റ്റ് ലോൺ. സോ ഇവിടെ C4 ആയിട്ട് വരുന്നത് ഏത് ഓപ്ഷനിലാണ്? ഓപ്ഷൻ എ. സോ ഓപ്ഷൻ എ വിൽ ബി ദ കറക്റ്റ് ആൻസർ. IBRDയുടെ പോയിന്റ് വരുന്നത് ഫെസിലിറ്റേറ്റിംഗ് ലെൻഡിങ് ആൻഡ് ബോറോയിങ് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള പോയിന്റ് ആയിരിക്കും. കാരണം IBRDയുടെ ഫുൾ ഫോം അങ്ങനെയാണ്, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ 105ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 106. SAARC SAARC was formed in the year. ഈ SAARC ഫോം ചെയ്തത് 1985 ആൻഡ് ദാറ്റ് വിൽ ബി ഓപ്ഷൻ സി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 107. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റെസിപ്രോക്കൽ ഡിമാൻഡ്. ഈ റെസിപ്രോക്കൽ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ കുട്ടികൾ കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് അടിക്കും, ഇത് ഡിമാൻഡ് കർവ് തന്നെയാണോ എന്നുള്ളത്. പക്ഷേ റെസിപ്രോക്കൽ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിമാൻഡ് കർവിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്നാണ്. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് സപ്ലൈ കർവ്. സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പോയിന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 108. Here FDI from the source country to the destination country for the purpose of exporting to a third country is known as. Here the answer will be option C, that is platform FDI. എല്ലാവർക്കും FDI എന്ന ടേം എന്താണെന്ന് അറിയാം, അതിൻ്റെ ടൈപ്സും അറിയാം. വേർട്ടിക്കൽ പഠിച്ചിട്ടുണ്ട്, ഹൊറിസോണ്ടൽ പഠിച്ചിട്ടുണ്ട്, കോൺഗ്ലോമറേറ്റ് പഠിച്ചിട്ടുണ്ട്. സോ ഇതിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കുന്ന ആരാണ്? യെസ്, ദാറ്റ് ഇസ് പ്ലാറ്റ്ഫോം FDI. പ്ലാറ്റ്ഫോം FDIനെ പറ്റി നമ്മൾ പഠിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ബാലൻസ് 3 FDIനെ പറ്റി അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻ സി വിൽ ബി ദ പെർട്ടിക്കുലർ ആൻസർ എന്നുള്ളത്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. India's consolidated FDI policy was passed in the year. Option A 2020 will be the correct answer. Question number 110. The security attack in which the attacker overwhelms the organization's server or other hardware resources or telecommunication lines from ISP. The answer will be option C, that is denial of service. Moving to question number 111. The contingent liability is shown in the balance sheet based on convention. The answer will be option C, that is full disclosure. Okay, moving to the next question. 112. The total number of international financial reporting standards. The answer will be option C, that is 17 will be the particular answer. Okay, question number 113. Statement of affairs is prepared for calculating financial position. Option A will be the correct answer. എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ലോക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം, കാരണം വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. Going to question number 114. Receipts and payments account includes.
ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് അതിൽ ഓപ്ഷൻ എ ആൻഡ് ബി എന്നുള്ള ഒരു ഓപ്ഷൻ സിയിലുണ്ടാവും. മോസ്റ്റ് പ്രോബബ്ലി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി തന്നെ ആയിരിക്കും. അതായത് ബോത്ത് എ ആൻഡ് ബി എന്നുള്ളതായിരിക്കും വരുന്നത്. സോ ഇതൊന്ന് മൈൻഡിൽ വെച്ചോളൂ. ഓക്കെ. So, moving to the next question. For calculating purchase consideration, the assets are valued at. Here the answer will be option C, that is revalued price. Okay, option C, revalued price. Question number 116. The formula for calculating goodwill under capitalization method. The answer here will be option B, D, that is average profit divided by rate of return. അതിൻ്റെ കൂടെ ഒരു ഇൻറ്റു 100 കൂടി ഉണ്ട് കേട്ടോ. അത് അവർ മാർക്ക് എഴുതാൻ വിട്ടുപോയതാണോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പെർസെൻറ്റേജ് ഫോമിലായിരിക്കും ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവണേ. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് ആവറേജ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 117th ക്വസ്റ്റ്യൻ. DCF അതായത് ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ മെത്തേഡ് and PEC are two methods of valuation of shares under option D, that is relative method will be the particular answer. Okay. Moving to question number 118, the accounting method followed for amalgamation in the nature of merger, the answer will be option C, that is pooling of interest method. Okay. Question number 119, accounting standard applicable for accounting amalgamation. Here the answer will be option A, that is accounting standard 14. Okay. Moving to the last question of our series, accounting standard board was constituted in the year. Option C will be the correct answer. Answer will be option C, that is 1977 will be the particular answer. So നമ്മൾ ടു ദ എൻഡ് ആയി. നമ്മൾ പേപ്പർ 1ൻ്റെ പാർട്ട് 1 ആയിട്ടും പാർട്ട് 2 ആയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോ വീഡിയോയിലും നമ്മൾ 60 ക്വസ്റ്റ്യൻസ് വെച്ച് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ കൊമേഴ്സിനും നമ്മൾ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞ് 2 സെക്ഷനായിട്ട് ഡിസ്കസ് ചെയ്തു. സോ കാണാത്തവർ എന്തായാലും മസ്റ്റായിട്ട് പോയി കാണണം. നിങ്ങൾക്ക് എന്നെ മെയിൽ അയക്കാം. നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് commercebytes24@gmail.com എന്നുള്ളതാണ്. ഞാൻ മെയിൽ അഡ്രസ്സ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ യു പീപ്പിൾ ക്യാൻ മെയിൽ എസ്, റൈറ്റ്? I am eagerly waiting for each of yours mail. Okay. Otherwise you people can comment on our community tab. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നതിൻ്റെ താഴെ വന്നാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എന്തായാലും എനിക്കറിയണം എങ്ങനെ എൻ്റെ സ്റ്റുഡൻസ് പെർഫോം ചെയ്തു എന്നുള്ളത്. ഓക്കെ. So with this note we are concluding right now. Let's see in the next video. Till then it's bye. Thank you.